ഹലോ ഫ്രണ്ട്സ്, ചെമ്മനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം അങ്ങ് പൊളിച്ചടുക്കാണ്. കള്ളത്തരം എന്ന് പറഞ്ഞാൽ വർഷയ്ക്കിട്ട് ശ്രുതി ഒരു പണി കൊടുക്കുകയാണ്. അത് വീഡിയോ സഹിതം എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടു നിർന്ന് പറഞ്ഞ് അവിടെ ശ്രുതിയുടെ തൊലി ഒരുക്കുകയാണ്. അങ്ങനെ ശ്രുതി എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുകയാണ്. ചന്ദ്ര വരെ ശ്രുതിയെ തള്ളി പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത്. അതിൽ ശ്രുതി ഇടപെടുകയും ശ്രുതി അവരുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. അങ്ങനെ ശ്രീകാന്തിൻ്റെ ഓഫീസിൽ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറിൻ്റെ മോളുണ്ട് നീതു അങ്ങനെ ഓഫീസിലെ കാര്യങ്ങളിലെ ചാർജ് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നീതുവിന് വന്ന് ശ്രീകാന്തിനെ കാണുമ്പോൾ തന്നെ ശ്രീകാന്തിൽ ഒരു കണ്ണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം തന്നെ നീതു ശ്രീകാന്തിൻ്റെ അടുത്ത് ഭയങ്കര സോപ്പിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് വിവാഹിതനാണ് എന്നറിയുമ്പോഴും വർഷ ഭാര്യയാണ് എന്നറിയുമ്പോഴും നീതുവിന് നല്ല ദേഷ്യമുണ്ട്. നീതുവിന് ശ്രീകാന്തിൽ വീണ്ടും ഒരു കണ്ണുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ശ്രീകാന്തിനെ സ്വന്തമാക്കണം എന്നൊരു ചിന്ത നീതുവിനുണ്ട്. അതിനായിട്ട് ശ്രീകാന്തിൻ്റെ പുറകെ തന്നെ നടക്കുകയാണ് ചെയ്യുന്നത് നീതു. അതേസമയം വർഷയ്ക്ക് ഇക്കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. വർഷ ശ്രീകാന്തിനെ തെറ്റിദ്ധരിക്കുന്നുമില്ല. വർഷ പറയുന്നുണ്ട് കേട്ടോ, ശ്രീകാന്തെ അതൊന്നും സാരില്ല, ഇതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയാം. പക്ഷേ ശ്രീകാന്തിന് മനസ്സിലൊരു വിഷമം പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ നീതുവിൻ്റെ സംസാരത്തിൽ. പക്ഷേ ഓണർ ആയതുകൊണ്ട് തന്നെ ശ്രീകാന്ത് നല്ല കട്ടയ്ക്ക് തന്നെ നിൽക്കുകയാണ്. നീതു അങ്ങനെ പല പ്ലാനും ചെയ്യുന്നുണ്ട്. നീതുവിൻ്റെ മനസ്സ് മുഴുവൻ ശ്രീകാന്ത എങ്ങനെയെങ്കിലും വർഷയും ശ്രീകാന്തിനെയും തമ്മിൽ തെറ്റിപ്പിച്ചിട്ട് ശ്രീകാന്തിനെ വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് നീതുവിൻ്റെ ആഗ്രഹം. ഈ റെസ്റ്റോറൻറ്റ് പലർക്കും അറിയാവുന്ന രഹസ്യമാണ് കേട്ടോ. പലരും ആ കാര്യം മണത്തറിഞ്ഞിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ ഓണറിന് ശ്രീകാന്തിൻ്റെ ഒരു കണ്ണൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ശ്രീകാന്തിൻ്റെ ഫ്രണ്ട് അത് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ വർഷ പുതിയൊരു ബിസിനസ്സിലേക്ക് കടക്കാൻ പോകുന്നത്. വർഷയുടെ അമ്മയും അച്ഛനും പറയുന്നുണ്ട് വർഷയോട്, മോളെ നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പറയാണ്. അപ്പോൾ ശ്രീകാന്തിനോട് സംസാരിക്കാനായിട്ട് പറയാം. അങ്ങനെ ശ്രീകാന്തിനോട് സംസാരിക്കാൻ പോവുകയാണ് വർഷയുടെ അമ്മ. അങ്ങനെ വർഷയുടെ അമ്മ ചെന്ന് ശ്രീകാന്തിനോട് സംസാരിക്കുകയാണ്. മോനെ എന്നും ഇങ്ങനെ ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ ജോലി ചെയ്ത് നിൽക്കാതെ നമുക്ക് സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണെങ്കിൽ നിനക്ക് അവിടെ ജോലി ചെയ്യാമല്ലോ. നമ്മുടെ സ്വന്തം സ്ഥാപനമാണ് താനും. നീ അവിടുത്തെ ചീഫ് ഷെഫായിട്ട് ജോലി ചെയ്യുകയും ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു ബിസിനസ്സൊക്കെ ആവുമല്ലോ എന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അയ്യോ അമ്മേ അത് വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊന്നും എനിക്ക് താല്പര്യമല്ല. അതിനൊക്കെ ഇപ്പോൾ ഒരുപാട് പണമൊക്കെ വേണ്ട കാര്യമല്ലേ. ഞാനിപ്പോൾ ഇങ്ങനെ ഈ ജോലി ചെയ്ത് തന്നെ മുന്നോട്ട് പോയോളാം എന്ന് പറയാം. അതേസമയം വർഷയുടെ അമ്മ പറയുന്നുണ്ട്, അതല്ല മോനെ, നമ്മുടെ നിങ്ങളുടെ ഒന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടല്ലേ. ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട്. അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള പണം ഞങ്ങൾ തരാം. അതുകൊണ്ട് നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്ന് പറയുമ്പം ശ്രീകാന്ത് അത് സമ്മതിക്കുന്നില്ല. ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മേ ഞാനങ്ങനെ സ്ത്രീധനം വാങ്ങിയിട്ടൊന്നും വിവാഹം കഴിച്ച ആളല്ല. അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയാം. അപ്പോൾ വർഷയുടെ അമ്മ പറയുകയാണെ, അതങ്ങനെ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ത്രീധനമായിട്ടൊന്നും അല്ലല്ലോ തരുന്നത്. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള പണമല്ലേ തരുന്നുള്ളൂ എന്ന് പറയുമ്പം ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് വേണ്ട, അതൊക്കെ എൻ്റെ അഭിമാനത്തെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് പണമൊക്കെ സമ്പാദിക്കുന്നുണ്ട്. ഇവിടെ ജോലി ചെയ്തിട്ട് തന്നെ കുറച്ച് പണം ഞാൻ സമ്പാദിക്കുന്നുണ്ട്. അങ്ങനെ സമ്പാദിച്ച് കുറച്ച് പണമായി കഴിയുമ്പോൾ സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ്. അല്ലാതെ വർഷയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം കൊണ്ട് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സോറി ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം കുറച്ച് നാൾ കൂടി കഴിയുമ്പോഴേക്കും വർഷയുടെ അമ്മ ചെന്നിട്ട് വർഷയോട് പറയുന്നുണ്ട്, മോളെ ഞാൻ ചില കാര്യങ്ങൾ ശ്രീകാന്തിനോട് പറഞ്ഞിട്ട് അവൻ അതിനൊന്നും താല്പര്യമില്ല. ഇപ്പോഴും ആ റെസ്റ്റോറൻറ്റിൽ ഒരു ചീഫ് ഷെഫായിട്ട് ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് തുടങ്ങാൻ ഇപ്പം യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങളുടെ പേരിലാണെങ്കിൽ പണവും ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. ആ പണം എടുത്തിട്ട് നിങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കൂടെ? സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ. അവിടെ തന്നെ ചീഫ് ഷെഫായിട്ട് ശ്രീകാന്തിന് ജോലി ചെയ്യുകയും ചെയ്യാം. ശ്രീകാന്തിന് ഈ ജോലി അറിയാവുന്നത് കൊണ്ട് തന്നെ ബിസിനസ് വൻ വിജയമാകുകയും ചെയ്യും. എത്ര പറഞ്ഞിട്ടും അവൻ സമ്മതിക്കുന്നില്ല മോളെ എന്ന് പറയാം. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ശ്രീകാന്തിന് അതൊരു നാണക്കേടായിരിക്കും. ചിലപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണം കൊണ്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് ശ്രീകാന്തിന് മടിയുണ്ടാവും. സാരില്ല, ഞാൻ തുടങ്ങാമേ എന്ന് പറയാണ്. അപ്പം വർഷയുടെ അമ്മ പറയുന്നുണ്ട്, ശരി എന്നാൽ മോളുടെ പേരിൽ തുടങ്ങിക്കൂ എന്ന് പറയാം. അങ്ങനെ വർഷ ഒരു ബിസിനസ് തുടങ്ങുകയാണ്, ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണ്. എന്നിട്ട് അവിടെ സ്റ്റാഫൊക്കെ എല്ലാം സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്.
വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ശ്രീകാന്തെ നിനക്കും ബിസിനസ് തുടങ്ങാനല്ലേ മടിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നിനക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണം വേണ്ട, അതുകൊണ്ട് ഇതിപ്പം ഞാൻ തന്നെയല്ലേ ബിസിനസ് തുടങ്ങുന്നത്. പക്ഷേ നീ അവിടെ ജോലി ചെയ്യ്, നീ ഇവിടെ ചെയ്യുന്ന ജോലി തന്നെ നമ്മുടെ സ്വന്തം റെസ്റ്റോറൻറ്റിൽ ചെയ്യ്, അവിടെ ഒരു ചീഫ് ഷെഫായിട്ട് നിനക്ക് വന്നൂടെ. ശ്രീകാന്ത് പറയും, എൻ്റെ പൊന്നു വർഷേ, എന്നെ നീ നിർബന്ധിക്കരുത്. ആൻറ്റി എന്ന് വന്നിട്ട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുക, ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒഴിവായതാ. എനിക്കതിനൊന്നും താല്പര്യമില്ല. എനിക്ക് ആരുടെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്നതിനോടൊന്നും താല്പര്യമില്ല. എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കി അതിൽ നിന്നൊരു ബിസിനസ് തുടങ്ങണമെന്ന് തന്നെയാണ് ആഗ്രഹം. അതുകൊണ്ട് ദയവേത് വർഷം നീ അങ്ങോട്ട് വിളിക്കരുത്. എനിക്ക് അവിടെ ജോലി ചെയ്യാൻ കുറച്ച് പരിമിതികളുണ്ട്. ഞാനിപ്പം ജോലി ചെയ്യുന്നിടത്ത് നല്ല സംതൃപ്തനാണ്. അവിടെയാണെങ്കിൽ ഓണറിനൊക്കെ നല്ല താല്പര്യമാണ്. ഞാൻ അവിടെ കംഫർട്ടബിളാണ്. അവിടെ നിന്ന് എനിക്ക് നല്ല സാലറി കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ജോലി ചെയ്തോളാം വർഷേ, നീ എന്നെ നിർബന്ധിക്കരുത് എന്ന് പറയണം. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഓക്കെ, എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. നീ ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്ത് തന്നെ ജോലി ചെയ്യേ, ഞങ്ങൾ എൻ്റെ റെസ്റ്റോറൻറ്റ് നോക്കിക്കൊണ്ട് പോകാം. പിന്നെ എന്തെങ്കിലും നിനക്ക് അങ്ങോട്ട് വരണമെന്ന് തോന്നിയാൽ ആ നിമിഷം നിനക്ക് അങ്ങോട്ട് വരാം കേട്ടോ എന്ന് പറയണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ നീതുവിന് ശ്രീകാന്തിനോട് ഭയങ്കര താല്പര്യമായിട്ട്. നീതു അവിടെ ചില സ്റ്റാഫിനോടൊക്കെ പറയുന്നുണ്ട്, ശ്രീകാന്തിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ശ്രീകാന്തിന് മാത്രം അതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അതേസമയം ശ്രീകാന്ത് വർഷയുടെ റെസ്റ്റോറൻറ്റിലേക്ക് ജോലി ചെയ്യാൻ ചെല്ലാത്തത് കൊണ്ട് തന്നെ വർഷയുടെ അമ്മയും അച്ഛനും കൂടി സംസാരിക്കുന്നുണ്ട്. എന്തോ കാര്യമുണ്ട്, അവൻ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ ജോലി ചെയ്യേണ്ട ആവശ്യം എന്താ? സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അപ്പം അവൻ അങ്ങോട്ട് മാറിക്കൂടെ? വർഷ പല പ്രാവശ്യം അവനെ വിളിച്ചതാ, അവൻ്റെ അഭിമാനം അനുവദിക്കുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വർഷയുടെ അച്ഛൻ പറയാം, ശരിയാ, അവൻ്റെ അഭിമാനം അനുവദിക്കുന്നില്ല, ഇത് വേറെ ചില കല്ലുകളുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞതെന്ന് പറയാം. അപ്പോൾ ഉടനെ വർഷയുടെ അമ്മ പറയുന്നുണ്ട്, ഞാനും അങ്ങനെ ചിലതൊക്കെ അറിഞ്ഞു. ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ നീതുവിന് അവനിലൊരു കണ്ണുണ്ട്. ആ പെണ്ണ് എപ്പോഴും അവൻ്റെ പുറകെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ഏത് സമയവും അവൾ അവൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ആ താല്പര്യം കൊണ്ടായിരിക്കും ചിലപ്പം അവൻ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോകാത്തത്. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അയാൾ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ വർഷയുടെ അച്ഛനും പറയാം, ശരിയാ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചതിയായി പോകും കേട്ടോ. നമ്മുടെ മോളെ ഉപേക്ഷിച്ചിട്ട് അവൻ ആ നീതുവിൻ്റെ കൂടെ പോകാൻ സാധ്യതയുണ്ട്. അതാണ് വർഷയോട് പറഞ്ഞാൽ അവൾക്കത് മനസ്സിലാവുന്നുമില്ല. ഞാനും അവളോട് ആ കാര്യം പറഞ്ഞപ്പം അവൾ പറയാണ് അങ്ങനെയൊന്നും ഇല്ലയെന്ന്. അതുകൊണ്ട് പിന്നെ എനിക്കിതൊന്നും പറയാനും പറ്റിയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ശരിക്കും ആ നീതുവിന് ശ്രീകാന്തിലൊരു കണ്ണുണ്ടോ? അവൻ എങ്ങനെയെങ്കിലും നമ്മുടെ മോളെ ചതിക്കുമോ? ആ നീതുവിൻ്റെ ഒപ്പം പോവോ? ഇതൊന്നും പറഞ്ഞാൽ വർഷയ്ക്ക് മനസ്സിലാവില്ല. എങ്ങനെയെങ്കിലും ശ്രീകാന്തിനെ നിർബന്ധിച്ച് വർഷയുടെ റെസ്റ്റോറൻറ്റിലേക്ക് മാറ്റണം. ഇനിയും ഇപ്പോൾ അവിടെ തന്നെ തുടർന്നാൽ അത് അവരുടെ ജീവിതത്തിന് ശരിയാവുമെന്ന് തോന്നുന്നില്ലെന്ന് പറയുകയാണ് വർഷയുടെ അമ്മ. അങ്ങനെ അവരൊരു പ്ലാൻ ഇടുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടെ തന്നെ വർഷയുടെ അമ്മയുടെ ഒരു ഫ്രണ്ടുണ്ട്. ആ ഫ്രണ്ട് വഴി ശ്രീകാന്തും നീതുവും തമ്മിലുള്ള സംസാരമൊക്കെ മനസ്സിലാക്കാനും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും ശ്രീകാന്ത് എന്തെങ്കിലും രീതിയിൽ നീതുവിൻ്റെ കൂടെ പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിരിക്കുക. അപ്പോൾ അയാൾ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട് ശ്രീകാന്തിനെയും നീതുവിനെയും. അങ്ങനെ അവർ തമ്മിലുള്ള രഹസ്യങ്ങളൊക്കെ അറിയാനും ശ്രമിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ സുധിയുടെ കടയിൽ നിന്ന് കുറച്ചധികം സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാണ് വർഷയുടെ അമ്മ. കാരണം എന്താണെന്ന് വെച്ചാൽ വർഷയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ശ്രുതി ഒരു 5 ലക്ഷം രൂപ കടമായിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പണം തിരികെ കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ വർഷയുടെ അമ്മ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇപ്പം തരാൻ പറ്റില്ല, എൻ്റെ ഈ പണമൊന്നുമില്ല, അതുകൊണ്ട് 5 ലക്ഷം രൂപ ഇപ്പോൾ ഉടനെ തരാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, അങ്ങനെ തരാതിരുന്നാൽ പറ്റില്ലല്ലോ, നമ്മൾ തമ്മിലുള്ള കണക്കാണ്, ഇത് വീട്ടിലുള്ളവരാരും അറിഞ്ഞിട്ടില്ല, നിൻ്റെ ഭർത്താവ് ശ്രുതി പോലും അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പം ഈ പണം നീ തിരികെ തരണം, അല്ലെങ്കിൽ ഞാനേ കടയിൽ വന്ന് സാധനം കടത്തിനെടുത്താൽ അങ്ങ് പോവും. അപ്പോൾ ശ്രുതി പറയും, ഇപ്പം എൻ്റെ ഈ പണം തരാനില്ലെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കടയിലേക്ക് വർഷയുടെ അമ്മ ചെന്നിട്ട് അവിടുന്ന് കുറേ സാധനങ്ങൾ കടമായിട്ട് എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. ഇതൊന്നും പാവം ശ്രുതി അറിയുന്നില്ല. ശ്രുതി ചോദിക്കും, എന്താ ആൻറ്റി ഇപ്പോൾ ഇതിങ്ങനെ പണമൊന്നും തരാതെ കൊണ്ടുപോകുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ, പണമൊക്കെ ഞാൻ തിരികെ തരാം, പക്ഷേ ഇപ്പം ഞാനിതങ്ങ് കൊണ്ടുപോകാമെന്ന് പറയാം. അപ്പോൾ ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുക, താൻ 5 ലക്ഷം രൂപ കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഇവർ വന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്ന കടമായിട്ട്. ഇനിയിപ്പോൾ താനത് കൊടുക്കാതെ ആ പണം തിരികെ ശ്രുതിക്ക് കൊടുക്കില്ല. ശ്രുതിക്ക് കൊടുക്കാതിരുന്നാൽ ശ്രുതി അത് ചോദിക്കുകയും ചെയ്യും, ഇവർ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും. ഇപ്പം ഞാൻ എവിടെ നിന്ന് ഈ 5 ലക്ഷം രൂപ ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കുന്നത്? ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ, ഇതിനൊരു പരിഹാരം കാണണമല്ലോ, ഇല്ലെങ്കിൽ ഇവരെൻ്റെ കുടുംബം കോളം തോണ്ടും, ഞാൻ പിന്നെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടും. എന്തിനാ പിന്നെ ഈ 5 ലക്ഷം രൂപ വാങ്ങിയതെന്നുള്ള കാര്യത്തിൽ ചോദ്യോത്തരങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിൽ. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ആകെ മൊത്തം പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി വിചാരിക്കുകയാണ്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ശ്രുതിയും ഈ വിവരം അറിയുന്നത്. ശ്രീകാന്ത് ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലെ ഓണർ നീതുവിന് ശ്രീകാന്തിലൊരു കണ്ണുണ്ടെന്നും നീതു ശ്രീകാന്തിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് നടക്കുകയാണെന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ ശ്രുതിക്ക് മനസ്സിൽ തോന്നുക കേട്ടോ, എന്തെങ്കിലും ഒരു പണി കൊടുക്കണമല്ലോ. ഇതിപ്പോൾ എന്താ ചെയ്യുക? ഈ 5 ലക്ഷം രൂപ ഒഴിവാക്കാൻ എന്താ ചെയ്യുക? അവരാണെങ്കിൽ കടയിൽ വന്ന് സാധനം എടുത്തുകൊണ്ട് പോയി. അവരെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. അവരുടെ കാര്യങ്ങളൊന്ന് ശരിയാക്കി കൊടുക്കണം. നോക്കട്ടെ, അവിടെ ചെന്നാൽ നീതുവിനെ കണ്ടൊന്ന് സംസാരിക്കണം. ശ്രീകാന്തും അവളും കൂടി അടുത്ത ശ്രീകാന്ത് അവളെ വിവാഹം കഴിച്ചോളും. അങ്ങനെയാണെങ്കിൽ ഈ വർഷയെ ശ്രീകാന്ത് ഒഴിവാക്കും. ശ്രീകാന്ത് വർഷയെ ഒഴിവാക്കി പോകണം. അങ്ങനെയാണെങ്കിൽ അവരുടെ അഹങ്കാരത്തിന് ഒരു പരിധി ഉണ്ടാവുള്ളൂ. അത് തന്നെയല്ല, ശ്രീകാന്ത് വർഷയെ ഒഴിവാക്കിയ പിന്നെ എനിക്ക് 5 ലക്ഷം രൂപ കൊടുക്കുകയും വേണ്ട. അവർ ചോദിച്ചു വന്നാൽ എനിക്ക് കൈ മലർത്താമല്ലോ. അതുമല്ല, അവർ പിന്നെ ചോദിച്ചു വരികയില്ല. എങ്ങനെയെങ്കിലും ശ്രീകാന്തിനെയും വർഷനെയും കൂടി തെറ്റിക്കണം. അതിനായിട്ട് നീതുവും ശ്രീകാന്തും കൂടെ ഒന്നാവണം. അതിന് ചില കളിയൊക്കെ കളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ശ്രുതി നേരെ ശ്രീകാന്ത് ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഭയങ്കര വിശപ്പാണ്, ഫുഡ് കഴിക്കാൻ പോവാണെന്നൊക്കെയുള്ള ധാരണയിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നീതു അങ്ങോട്ട് വരുന്നത്. അപ്പം നീതു വരുന്ന കാണുമ്പോൾ തന്നെ ശ്രുതി മനസ്സിലോർക്കാണ്, ആ ഇവളാണല്ലേ നീതു, ഇവളെ കണ്ടൊന്ന് സംസാരിക്കണം, ഇവളെ ശ്രീകാന്തിന് ഇഷ്ടമാണെന്ന് പറയണം, എങ്ങനെയെങ്കിലും വർഷയും ശ്രീകാന്തിനെ തെറ്റിക്കണം, നീതു ശ്രീകാന്തിൻ്റെ തലയിലാവണം എന്നൊക്കെ വിചാരിക്കുക. എന്നിട്ട് നേരെ അങ്ങോട്ട് ചെല്ലാണ് നീതുവിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, ഹലോ നീതു അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ നീതു പറയണം, അതെ എന്താ? അല്ല, ഞാൻ അവിടെ ബിസിനസ് നടത്തുന്ന ശ്രുതിയുടെ വൈഫാണ് ശ്രുതി എന്ന് പറയുക. ഹലോ ശ്രുതി, എന്താ വന്നത്? ഫുഡ് കഴിക്കാൻ വന്നതാണോ? നല്ല ഫുഡല്ലേ എന്നൊക്കെ ചോദിക്കും. പിന്നെ നല്ല സൂപ്പർ ഫുഡല്ലേ? ആരാ നിങ്ങളുടെ ഷെഫ്? നന്നായിട്ട് ഫുഡ് ചെയ്യുന്നുണ്ട്. ആരാ ഈ നിങ്ങളുടെ ചീഫ് ഷെഫ് ആരാണെന്ന് ചോദിക്കുക. ഒന്നും അറിയാത്ത ഭാഗത്തിന് ശ്രുതി. അപ്പോഴേക്കും നീതു പറയാം, ആഹാ ചീഫ് ഷെഫ് ശ്രീകാന്താണ് കേട്ടോ. ശ്രീകാന്ത് നല്ലൊരു പയ്യനാണ്, നല്ല രീതിയിൽ കുക്ക് ചെയ്യും. നല്ല ഫുഡല്ലേ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാം, പിന്നെ നല്ല സൂപ്പർ ഫുഡല്ലേ ശ്രീകാന്താണല്ലേ. ശ്രീകാന്ത് എന്ന് പറഞ്ഞാൽ ഇയാളാണോ എന്ന് ചോദിച്ചിട്ട് ശ്രുതി ഫോണിൽ കാണിച്ചു കൊടുക്കുക. അപ്പോഴേക്കും ഉടനെ തന്നെ നീതു പറയാം, അതെ ഇതാ ശ്രീകാന്ത്. ഇതെങ്ങനെ നിങ്ങൾക്കറിയാം? നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണ് അവൻ്റെ ഫോട്ടോ വന്നത്? അപ്പോൾ ശ്രുതി പറയാം, അതെ ഇതെൻ്റെ ഭർത്താവിൻ്റെ അനുജനാണ്, ഞങ്ങൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ആ ശ്രീകാന്ത് തന്നെയാണ് ഈ ശ്രീകാന്ത് എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ്. അവനാണ് ആൾ സൂപ്പറാണ് കേട്ടോ, നല്ല മിടുക്കനാ. അവന് നല്ല ഒരുപാട് കഴിവുകളുണ്ട്. പണ്ട് തൊട്ടേ പഠിക്കാനും മിടുക്കനായിരുന്നു, കാണാനും സ്മാർട്ടാണ്. എന്തായാലും നല്ല അടിപൊളി പയ്യനാണ്. പിന്നെ ഒരു കുറവേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നീതു ചോദിക്കുക, എന്ത് കുറവാണ് ഉള്ളത്? ശ്രീകാന്ത് നല്ല മിടുക്കനല്ലേ എന്ന് ചോദിക്കുക. അപ്പം പറയാം, മിടുക്കനാണ്. നീതുവിന് ശ്രീകാന്തിൽ ഒരു താല്പര്യമൊക്കെ ഉള്ള പോലെ തോന്നല്ലോ. വന്നപ്പോൾ തൊട്ട് നീതു ശ്രീകാന്തിൻ്റെ കാര്യം വാതോരാടെ സംസാരിക്കുകയാണല്ലോ എന്ന് പറയാം. അപ്പോൾ നീതു ഒരു നാണം പോലൊക്കെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് നീതു പറയാം, അതെ എനിക്ക് ശ്രീകാന്തിൽ ഒരു താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ ശ്രീകാന്ത് വിവാഹിതനല്ലേ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്ക് ശ്രുതി പറയാം, വിവാഹിതനാ, ഞാൻ പറഞ്ഞില്ലേ അവനൊരു കുറവേ ഉള്ളെന്ന്. ആ ഒരു കുറവ് അവൻ്റെ ഭാര്യ വർഷയാ എന്ന് പറയാം. അപ്പോൾ നീതു ചോദിക്കുക, അതെന്താ വർഷ ഒരു കുറവായിട്ട് തോന്നുന്നത്? അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലേ? അപ്പോൾ പറയുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി, അതെ അവർ വിവാഹം കഴിച്ചത് പ്രണയിച്ചൊക്കെയാ, പക്ഷേ അത് ശ്രീകാന്തിന് അവൻ്റെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ തെറ്റാ എന്ന് പറയാം. അപ്പോൾ നീതു ചോദിക്കുക, അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല വർഷ അവളൊരു പണക്കാരി പെണ്ണാ കേട്ടോ, അവളൊരു പണമുള്ള വീട്ടിലെ പെൺകുട്ടിയാണ്. ശ്രീകാന്താണ് ഒരു സാധാരണ വീട്ടിലെ നല്ല സുന്ദരൻ പയ്യനും മിടുക്കനാ, വളരെയധികം കഴിവുള്ളവനാ. പക്ഷെ ആ വർഷ ഇവനെ വളച്ചെടുത്തു കഴിഞ്ഞാൽ അവളുടെ സൈഡിലേക്ക് ആക്കാൻ അവളിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക. അവളുടെ അച്ഛനും അമ്മയും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ശ്രീകാന്തിന് അതിനൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ. ശ്രീകാന്തും വർഷയും തമ്മിൽ ഒരു ചേർച്ചയില്ലെന്നേ. വീട്ടിൽ വന്നാലും രണ്ടുപേരും സന്തോഷത്തോടെ ദാമ്പത്യത്തിലൊന്നും പോകുന്നില്ല. രണ്ടുപേരും തമ്മിൽ എന്ന് വഴക്കാം. പിന്നെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ചൊന്നോട് നടക്കുന്നതേ ഉള്ളൂ, അല്ലാതൊന്നും ഇല്ലെന്നേ അവർ തമ്മിൽ ഒരു വിധത്തിലും ഇഷ്ടമില്ല. അപ്പം ഉടനെ തന്നെ പറയാന്ന് നീതു, ഇതൊക്കെ സത്യമാണോ? എന്നിട്ട് ശ്രീകാന്ത് വർഷയെക്കുറിച്ച് നല്ലതൊക്കെയാണല്ലോ പറയുന്നത്, പിന്നെ നല്ലതല്ലാതെ ചീത്ത വല്ലതും പറയോ? പറഞ്ഞ വീട്ടിലെ വിവരങ്ങൾ നാട്ടിലുള്ളവരെല്ലാം അറിയില്ലേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവള് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് ആ വർഷ, അതറിയില്ല നീതുവിന്. നീതു പറയാം, അറിയാം വർഷയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്താ ശ്രീകാന്ത് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നത്? വർഷയുടെ റെസ്റ്റോറൻറ്റിൽ ചീഫ് കുക്കായിട്ട് പോകാത്തത് എന്താ? ഇപ്പോഴും നീതുവിൻ്റെ റെസ്റ്റോറൻറ്റിൽ ചീഫ് കുക്കായിട്ട് നിൽക്കുന്നത് എന്താ? വർഷ ഇതിൻ്റെ പേരിൽ എന്നും വഴക്കാം. ശ്രീകാന്തിനോട് എന്നും സ്വന്തം റെസ്റ്റോറൻറ്റിൽ തന്നെ ജോലി ചെയ്യുകയെന്ന് വർഷ പറയുന്നുണ്ട്. പക്ഷേ ശ്രീകാന്ത് അതിനൊന്നും സമ്മതിക്കുന്നില്ല.
അവൻ ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്ന ആഗ്രഹം. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടത്. ഇവിടെ ജോലി ചെയ്ത നീതുവിനെ എപ്പോഴും കാണാൻ പറ്റുമല്ലോ. നീതുവിനോട് അവനും താല്പര്യമുണ്ട്, അതല്ലാതെ വർഷയോട് അവനൊരു താല്പര്യവും ഇല്ല. അത് കേൾക്കുമ്പം നീതു അങ്ങ് സന്തോഷിക്കുക. എന്നിട്ട് നീതു ചോദിക്കുക, ശ്രുതി പറഞ്ഞത് സത്യമാണോ? അങ്ങനെയൊക്കെ ഉണ്ടോ? ശ്രുതി പറയാം, പിന്നെ എനിക്കല്ലേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ. അവനും വർഷയും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചിട്ടൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ അങ്ങനെയുള്ളപ്പം അവൻ നീതുവിനെ ആഗ്രഹിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീതു നല്ല വിവരവും വിദ്യാഭ്യാസവും സൗന്ദര്യമൊക്കെ ഉള്ള പെൺകുട്ടിയല്ലേ. പോരാത്തതിന് ശ്രീകാന്തിനെ മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി. അങ്ങനെയുള്ളപ്പോൾ ഈ വർഷം അവൻ ചൊന്നൊന്നും നടക്കും തോന്നുന്നുണ്ടോ? നീതു ഒന്ന് സ്നേഹത്തോടെ അവനോട് വിവാഹാഭ്യർത്ഥന നടത്ത്. അവനെ ഒന്ന് സ്നേഹിച്ച് വശത്താക്കാൻ നോക്ക്. എങ്ങനെയെങ്കിലും അങ്ങനെയാകുമ്പോൾ അവൻ വർഷയെ അങ്ങ് ഉപേക്ഷിക്കൂന്നേ. കാത്തിരിക്കുക എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവന് വർഷയോട് ഒരു സ്നേഹവും ഇല്ല. വർഷ കൊടുക്കാത്ത സ്നേഹം നീതു അവന് കൊടുക്കണം. അപ്പോൾ അവൻ നീതുവിൻ്റെ വലയിൽ വീഴുകയും ചെയ്യും, നിങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്യും. അതിനായിട്ടൊന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. നീതു ഞങ്ങളുടെ വീട്ടിലേക്ക് മരുമോളായിട്ട് വരുന്നതിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണെന്നേ. വർഷം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുക. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നീതു അങ്ങ് സന്തോഷിക്കുക. നീതുവിൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നുക കേട്ടോ. വർഷയോട് ശ്രീകാന്തിന് ഇഷ്ടമില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. അങ്ങനെ നീതു ശ്രീകാന്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഭയങ്കര സ്നേഹം അഭിനയിക്കുകയൊക്കെ. അപ്പോൾ ശ്രീകാന്തിന് തന്നെ എന്തോ ഒരു വല്ലായ്മ തോന്നുക. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ മാഡം ഇങ്ങനെ, നീതു എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ നീതു പറയുന്നുണ്ട്, ശ്രീകാന്ത് വർഷയും തമ്മിൽ അത്ര നല്ല രസത്തിലൊന്നും അല്ലല്ലേ. എനിക്ക് ശ്രീകാന്തിനോട് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ. അതേസമയം ഈ വിവരങ്ങളൊക്കെ നമ്മുടെ വർഷയെ അറിയാണ്. വർഷ ഇതൊക്കെ എങ്ങനെയാണ് അറിയുന്നതെന്നോ? വർഷയുടെ അമ്മയും അച്ഛനും കൂടി അവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ. അപ്പോൾ അയാൾ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശ്രുതി വന്നിട്ട് നീതുവിനോട് സംസാരിക്കുന്നതൊക്കെ കാണുന്നത്. അപ്പോൾ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും കാര്യം സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന അയാൾ അതെല്ലാം വീഡിയോയിൽ എടുക്കുകയാണ്. ശ്രുതി പറയുന്ന എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ കിട്ടുക. അത് വർഷയെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വർഷ ഈ വിവരം അറിഞ്ഞു കഴിയുമ്പോഴേക്കും ഈ വീഡിയോയുമായിട്ട് ഭയങ്കര തുള്ളിച്ചാടി വരികയാണ് കേട്ടോ. പിന്നെ ശ്രുതിയുടെ കാര്യം നോക്കണ്ട, നേരെ വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നിട്ട് വിളിക്കുക, അച്ഛാ അമ്മേ എല്ലാവരും ഇങ്ങോട്ടൊന്ന് വന്നേ, ശ്രീകാന്തെ ഇവിടെ വാ, അതുപോലെ തന്നെ എല്ലാവരും സച്ചിയനും രേവ ചേച്ചിയും വേണം എന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്രയും അതുപോലെ തന്നെ രവിയൊക്കെ ഇറങ്ങി വരിക. രവി ചോദിക്കുക, എന്താ മോളെ നീ എന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ, എന്താ കാര്യം എന്ന് പറ. അപ്പോൾ പറയാം, എന്തിയേ നിങ്ങളുടെ മൂത്ത മരുമകളും മോനും ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും അവരെ കൂടെ വിളിക്കുക, അവരെ കാണാനില്ലല്ലോ. അപ്പോൾ ചന്ദ്ര ചോദിക്കുക, എന്തിനാ ശ്രുതിയൊക്കെ വിളിക്കുന്നേ, മോൾ എന്താ വെച്ചാൽ പറ. അവരെ വിളിക്കണം, അവർ കൂടെ വേണം. ആ ശ്രുതി, ആ പെരുങ്കള്ളി അവൾ വേണം. അപ്പോൾ ചന്ദ്ര ചോദിക്കുക, അതെന്തിനാ ശ്രുതിയെ പെരുങ്കള്ളിന്ന് വിളിക്കുന്നത്? വർഷയുടെ എന്തെങ്കിലും സാധനം ശ്രുതി കട്ടെടുത്തില്ല, പക്ഷെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ, തനി തോന്നിയാസവാ. ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? എന്നെ ചതിക്കാൻ വേണ്ടി ശ്രമിക്കുക അവർ, ഞങ്ങളുടെ കുടുംബം തകർക്കാൻ വേണ്ടി. അപ്പോൾ ഉടനെ രവി ചോദിക്കുക, എന്താ മോളെ നിങ്ങളുടെ കുടുംബം തകർക്കാൻ വേണ്ടി ശ്രുതി ശ്രമിച്ചെന്നോ? അതേച്ചാ, എന്നെയും ശ്രീകാന്തിനെയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിച്ചു. ഇവളുണ്ടല്ലോ ഇവള് എന്ന് പറയാം. അപ്പോൾ ശ്രുതി അങ്ങോട്ട് വരുക. ശ്രുതിക്ക് കാര്യമൊന്നും പിടികിട്ടുന്നില്ല. അപ്പോൾ ശ്രുതി ചോദിക്കുക, നീ എന്തിനാ എന്നെ ഭരിക്കാൻ വരുന്നത്? ഞാൻ നിന്നെ എന്നാ ചെയ്തെന്നാ നീ പറയുന്നത്? ഒന്നും ചെയ്തില്ലേ? നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞേ, നിങ്ങളൊന്നും ചെയ്തില്ലേ? അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നിൽക്കുക. അപ്പോൾ സച്ചിൻ ചോദിക്കുന്നുണ്ട്, എന്താ വർഷേ കാര്യം എന്താന്ന് പറ. ശ്രീകാന്തൻ ചോദിക്കുക, എന്താ വർഷേ പറയാം, എല്ലാവരോടും പറയാം. അതിനു മുമ്പ് എല്ലാവരും കൂടി ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ഇവർ കാണിച്ചു കൂടിയ തോന്നിയാസവാ, എന്നിട്ട് വേണം പറയാനായിട്ട് ഇവരെങ്ങനെയുള്ളവളാണെന്ന് എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് വർഷ എല്ലാവർക്കും. അപ്പോൾ ആ വീഡിയോയിൽ കംപ്ലീറ്റ് നീതുവും ശ്രുതിയും തമ്മിലുള്ള സംസാരമാണ്. ഈ കാര്യങ്ങളൊക്കെ പറയും, വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ജീവിതം തകർക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോയാണ്. അത് കണ്ടു കഴിയുമ്പോൾ ശ്രുതി അങ്ങ് ഞെട്ടി നാണം കെട്ട് പോവാ. അപ്പോൾ ചന്ദ്രയാണെങ്കിലും ചങ്കത്ത് കൈവച്ച് പോവാ, ദൈവമേ ഇത്രയൊക്കെ പണി ഒപ്പിച്ചോന്ന് ഓർത്തിട്ട്. അപ്പോൾ ഈ വീഡിയോ അങ്ങ് പ്ലേ ചെയ്ത് കഴിയുമ്പം ശ്രുതിയുടെ തൊലി ഉരിഞ്ഞു പോവുക. ശ്രുതി അങ്ങ് ആവിയായിട്ട് പോവുക എല്ലാവരുടെ മുമ്പിൽ. അപ്പോഴേക്കും ഉടനെ തന്നെ ചന്ദ്ര ചോദിക്കുക, എന്താ ശ്രുതി നീ പറഞ്ഞതൊക്കെ നേരാണോ? നീ എന്തിനാ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്? നിനക്ക് ശ്രീകാന്തിനെ വർഷയും തമ്മിൽ തെറ്റിച്ചിട്ട് എന്ത് കിട്ടാനാ? അപ്പോൾ വർഷ പറയാം, എന്ത് കിട്ടാനാണെന്ന് ആൻറ്റിക്ക് അറിയണോ? എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഇവരൊരു 5 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു കൊടുക്കാൻ അമ്മ ചോദിക്കും. അത് ചോദിക്കുന്നത് കാരണം ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നെ ശ്രീകാന്തിനെ തെറ്റിച്ച് എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ട് ആ വൈരാഗ്യം തീർക്കാൻ ശ്രീകാന്തിനെ നീതുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. അതായിരുന്നു ഇവരുടെ ആഗ്രഹം എന്ന് പറയുമ്പോഴേക്കും ദേവിയും എല്ലാവരും ശ്രുതി ഉൾപ്പെടെ എല്ലാവരും പച്ചയ്ക്ക് വലിച്ചു കീറുകയാണ് കേട്ടോ ശ്രുതിയെ.
അപ്പോഴേക്കും ഉടനെ തന്നെ ശ്രുതി പറയുക, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, അന്നേരത്തെ ആ സമയം എനിക്ക് അങ്ങനെ തോന്നി, അതാ അങ്ങനെ ചെയ്തേന്ന് പറയാണ്. അപ്പോൾ വർഷ പറയുക, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയല്ലേ എൻ്റെ ശ്രീകാന്തിൻ്റെ ജീവിതം തീർക്കാൻ? ഇപ്പം കണ്ടോ ശ്രീകാന്തെ, നീതു എന്ന് പറയുന്ന അവളുണ്ടല്ലോ, നിങ്ങളെ വിവാഹം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുക, നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ആ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യാൻ ശ്രീകാന്ത് പോകണ്ട, അവിടുത്തെ ജോലി നിർത്തണം. അപ്പോൾ ശ്രീകാന്ത് പറയാം, ശരിയാ, ഞാൻ നിർത്താം. നീതുവിൻ്റെ പെരുമാറ്റത്തിൽ എനിക്കും ഒരു തെറ്റൊക്കെ തോന്നിയിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഇനി ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യാനായിട്ട് പോകുന്നില്ല, ഞാൻ അവിടുത്തെ ജോലി രാജിവെക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ തന്നെ ജോലി ചെയ്യാം, അല്ലേ വർഷയെന്ന് പറയാം. അങ്ങനെ ശ്രീകാന്ത് വർഷയും കൂടെ തീരുമാനിക്കുകയാണ് കേട്ടോ, ശ്രീകാന്ത് കൂടി വർഷയുടെ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യാനായിട്ട്. അങ്ങനെ അവിടുത്തെ ജോലി ശ്രീകാന്ത് നിർത്തുകയും ചെയ്യാണ്. അതുപോലെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയുമ്പോൾ ശ്രുതി ഉൾപ്പെടെ എല്ലാവരും ശ്രുതിയെ പച്ചയ്ക്ക് വലിച്ച് കീറുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്